അങ്ങനെ 3 സീറ്റുകളിൽ താമര വിരിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ. കേരളത്തെ സംബന്ധിച്ച് അത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു മാറ്റമാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അസംബ്ലിയിൽ BJPയുടെ മാത്രമല്ല NDAയുടെ ശക്തിയും ആശയങ്ങളും പ്രകടിപ്പിക്കാൻ വലിയൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. ഇടതുപക്ഷത്തിനകത്തും പാർട്ടി അണികൾക്കും ഇത്തവണ CPM പാർട്ടിയും തോൽക്കണം, LDF തോൽക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകും. അതിൻ്റെയൊക്കെ ഉദാഹരണമാണ് പയ്യന്നൂറും തളിപ്പറമ്പും ഒക്കെ കണ്ടത്. എങ്ങനെയാണ് NDAയുടെ ഒരു മുന്നേറ്റത്തെ ഈ തിരഞ്ഞെടുപ്പിൽ നോക്കിക്കാണുന്നത്? NDAയുടെ വാസ്തവത്തിൽ മുന്നേറ്റം തന്നെയാണ്. കേരളത്തിലെ പരമ്പരാഗതമായ 2 മുന്നണികൾ സുശക്തമായി നിലനിൽക്കുന്നൊരു പശ്ചാത്തലത്തിൽ ഈ 2 മുന്നണികൾക്ക് അവർക്കപ്പുറം ഒരു മെജോറിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ വിഷമമാണ്. നമസ്തേ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ G. ഗോപകുമാറാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. സർ നമസ്കാരം. നമസ്കാരം. അങ്ങനെ 3 സീറ്റുകളിൽ താമര വിരിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ. കേരളത്തെ സംബന്ധിച്ച് അത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു മാറ്റമാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? നിശ്ചയമായിട്ടും. കാരണം കേരളത്തിലെ ബൈപോളർ രാഷ്ട്രീയം എത്ര ആഴ്ന്നിറങ്ങിയതാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് നമുക്ക് നന്നായിട്ടറിയാം. അതിനിടയ്ക്ക് ഈ 2 മുന്നണികളെയും തോൽപ്പിച്ച് മൂന്നാമതൊരു മുന്നണിക്ക് 3 സീറ്റ് ഈ പശ്ചാത്തലത്തിൽ കിട്ടുക, അതോടൊപ്പം സാമുദായിക പിന്തുണ മറുവശത്ത് ശക്തമായി കൺസോളിഡേറ്റ് ചെയ്യുന്ന UDF, ആശയപരമായ വലിയ വ്യത്യാസമുള്ള LDF, ഇത് 2 മുന്നണികളെയും തോൽപ്പിച്ചുകൊണ്ട് മൂന്നാമതൊരു വിജയം നേടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. കഴക്കൂട്ടത്ത് ഇപ്പോൾ 3 പേരും വലിയ പ്രധാനപ്പെട്ട MLA-മാരായി വരും. രാജീവ് ചന്ദ്രശേഖറും V. മുരളീധരനും BB ഗോപകുമാർ തീർച്ചയായിട്ടും തന്നെ അദ്ദേഹം, കാരണം രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയായിരുന്നു, V. മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ അതേപോലെ ചാത്തന്നൂർ എന്നുള്ള BB ഗോപകുമാറിനും അപ്പോൾ വലിയ രീതിയിൽ അസംബ്ലിയിൽ BJPയുടെ മാത്രമല്ല NDAയുടെ ശക്തിയും ആശയങ്ങളും പ്രകടിപ്പിക്കാൻ വലിയൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മന്ത്രിമാരാണ് എന്നുള്ളത് കൂടിയുണ്ട്. ഇപ്പൊ V. ശിവൻകുട്ടിയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയാണ്, അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് നേമത്ത്. O. രാജഗോപാൽ അതേപോലെ കടകംപള്ളി പഴയകാലത്തെ മന്ത്രിയായിരുന്നു. എല്ലാം ഈ 3 വിജയവും തിളക്കമാർന്ന വിജയമാണ്. അത് എന്തായാലും ഒരു 16% വോട്ട് കിട്ടിയിരിക്കാൻ സാധ്യതയുണ്ട് ഈ പശ്ചാത്തലത്തിൽ. അത് വലിയ നേട്ടമാണ്. തീർച്ചയായിട്ടും BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അത്തരം കാര്യങ്ങൾ നമുക്ക് ഈ ചർച്ചയിൽ പറയാം. സർ, നമുക്കറിയാം ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നതാണ് നമ്മൾ മെയ് 4-ന് വേണ്ടിയിട്ട്. ഒരുപാട് പ്രവചനങ്ങൾ വന്നു, പക്ഷെ അതിനെല്ലാം അതിനെല്ലാം വലിയൊരു രീതിയിലുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് വന്നത്. UDFന്റെ ഒരു വിജയം, ഇത്രത്തോളം വലിയൊരു വിജയം നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചിട്ടില്ല. വിജയിക്കുമെന്ന് അറിയാമായിരുന്നു. 85ഒക്കെയാണ് നമ്മളൊരു ഓപ്റ്റിമം നമ്മൾ കണ്ടത്. കാരണം അത്രത്തോളം വലിയൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് അറിയാമായിരുന്നു. പക്ഷേ ഇത് അതിനെയും കടത്തിവെട്ടി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് LDF ഒന്ന് 100 മുട്ടിക്കാൻ വേണ്ടിയിട്ട് വളരെ വിഷമിച്ചു. പക്ഷേ നിസ്സാരമായി 100 കടക്കുന്ന ഒരു സാഹചര്യം. അതെ, അതിന് ഇതിൻ്റെ ഒരു ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം ഇടതുപക്ഷത്തിനകത്തും പാർട്ടി അണികൾക്കും ഇത്തവണ CPM പാർട്ടിയും തോൽക്കണം, LDF തോൽക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകും. അതിൻ്റെയൊക്കെ ഉദാഹരണമാണ് പയ്യന്നൂറും തളിപ്പറമ്പും ഒക്കെ കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അതും കൂടി വരുന്നതാണ് ഈ വലിയൊരു മാറ്റത്തിന് കാരണമാക്കിയത്. സാധാരണഗതിയിൽ ജനങ്ങൾ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് പ്രധാന ഘടകം. ഭരണവിരുദ്ധ വികാരം എന്നുള്ളതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അഴിമതി, സ്വജനപക്ഷപാതം, പിന്നെ വിദ്യാഭ്യാസ രംഗവും ആരോഗ്യരംഗത്തുണ്ടായ പ്രശ്നങ്ങൾ. അപ്പോൾ അത് പ്രശ്നങ്ങളിൽ മാത്രമല്ല, കടക്കെണിയിൽ വീണ സംസ്ഥാനം. അപ്പോൾ അതെല്ലാം ജനങ്ങളെ വല്ലാതെ പൊറുതിമുട്ടിച്ചു. 10 വർഷത്തെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലായിട്ട് അതിനെ കണക്കാക്കി. അപ്പോൾ നമുക്ക് ഈ കോൺഗ്രസിന്റെ ഈ വിജയത്തോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ടതാണ് കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുകയാണ്. പലരും പറഞ്ഞു കേരളത്തിൽ എങ്ങനെ പോയാലും താമര വിരിയില്ല. പക്ഷെ ആ വാക്കുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് 10 വർഷം മുൻപ് പൂട്ടിച്ച പൂട്ടുവരെ തുറന്നുകൊണ്ടാണ് താമര വിരിഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് NDAയുടെ ഒരു മുന്നേറ്റത്തെ ഈ തിരഞ്ഞെടുപ്പിൽ നോക്കിക്കാണുന്നത്? NDAയുടെ വാസ്തവത്തിൽ മുന്നേറ്റം തന്നെയാണ്. കേരളത്തിലെ പരമ്പരാഗതമായ 2 മുന്നണികൾ സുശക്തമായി നിലനിൽക്കുന്നൊരു പശ്ചാത്തലത്തിൽ ഈ 2 മുന്നണികൾക്ക് അവർക്കപ്പുറം ഒരു മെജോറിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ വിഷമമാണ്. പിന്നെ കേരളത്തിലെ സാമൂഹിക പശ്ചാത്തലം നമുക്കറിയാം, സോഷ്യൽ എഞ്ചിനീയറിംഗ് നമുക്കറിയാം. അതെല്ലാം അങ്ങനെ വെച്ചൊക്കെ പരിഗണിക്കുമ്പോൾ BJPക്ക് ഒരു 35 to 40% വോട്ട്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായ ഒരു കാര്യം. മറ്റ് 2 മുന്നണികൾക്ക് അത്രയും വിഷമമില്ല. കാരണം ആ മുന്നണികളുടെ കൂടെ സഖ്യകക്ഷികളുണ്ട്, സാമുദായിക ഗ്രൂപ്പുകളുണ്ട്. അതുകൊണ്ട് ആ കോമ്പിനേഷൻ നമ്പേഴ്സിൽ പെട്ടെന്ന് നേടാൻ UDFനും LDFനും കഴിയും. അതേപോലെ എളുപ്പമല്ല. കാരണം ആകെ കൂടെ നിൽക്കുന്നത് ചെറിയ 1-2 കക്ഷികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ BJP തനിച്ച് പിടിച്ചാലേ ഇത്രയും കിട്ടത്തുള്ളൂ. തീർച്ചയായിട്ടും ഈ പശ്ചാത്തലത്തിൽ 2-3 സീറ്റ് കിട്ടുന്ന വലിയ നേട്ടമാണ്. മൂന്നാമത്തെ സീറ്റ് നമ്മൾ അറിഞ്ഞൂടാ, ഉടനെ ഡിക്ലെയർ ചെയ്യുന്ന ആൾ പറയും. 2 സീറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു 16% വോട്ട് ഷെയർ കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ BJP ഒരു മൂന്നാമത്തെ ഒരു ശക്തിയായി ഇവിടെ മാറി എന്നുള്ളത് ഇത്തവണ ഒരു പ്രത്യേകതയായി കാണാം.
മറ്റ് പല മണ്ഡലങ്ങളിലും 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അത് നിസ്സാരമല്ല. തിരുവനന്തപുരം കൊല്ലവും മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലും 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പരിഗണിക്കുമ്പോൾ BJPക്ക് ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു പ്രത്യേകതയുള്ള മുന്നണി രാഷ്ട്രീയത്തിൻ്റെ കളിത്തൊട്ടിലായ കേരളത്തിൽ സഖ്യകക്ഷികളൊന്നും ശക്തമല്ലാത്തൊരു പശ്ചാത്തലത്തിൽ ഈ നേടിയത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം ഇപ്പോൾ പിണറായി വിജയന്റെ 2.0 മന്ത്രിസഭ വലിയ രീതിയിൽ ആരോപണങ്ങൾ നേരിട്ട ഒരു മന്ത്രിസഭയാണ്. അതിൽ ഭൂരിപക്ഷം മന്ത്രിമാരും പരാജയപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. ഒപ്പം തന്നെ പിണറായി വിജയൻ ആദ്യം എണ്ണിയ ഒരു 6ഓളം ബൂത്തുകളിൽ പിന്നിൽ നിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തീർത്തും എത്രത്തോളം ദ്രോഹമാണ് ആളുകളോട് അവർ ചെയ്തത് എന്നുള്ളതിൻ്റെ മറുപടിയല്ലേ? തീർച്ചയായിട്ടും ജനദ്രോഹ നടപടികൾക്കെതിരെ ജനങ്ങൾ ശക്തമായി പ്രതികരിച്ചു. അത് ഭരണവിരുദ്ധ വികാരമായി സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള അണികൾ തന്നെ റിവോൾട്ട് ചെയ്തു. അപ്പോൾ അച്ചടക്കത്തോടുകൂടി നയിക്കുന്നൊരു കേഡർ പാർട്ടി എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുന്ന CPM പിൽക്കാലത്ത് കുടുംബാധിപത്യത്തിലേക്കും സ്വജനപക്ഷപാതത്തിലേക്ക് വഴുതി വീണു. അഴിമതിയുടെ കൂത്തരങ്ങായി. മാത്രമല്ല കോർപ്പറേറ്റ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബിസിനസ് ഇടപാടുകൾ നടത്തി. അതിലെ അഴിമതികളെക്കുറിച്ച് തന്നെ ഒരുപാട് ആരോപണങ്ങൾ വന്നു. അതെല്ലാം ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴും ഈവൻ മാനേജ്മെൻ്റ് എല്ലാം കാണിച്ച് ഞങ്ങൾ ശക്തരാണ്. കാരണം മുന്നണി വെച്ച് നോക്കുമ്പോൾ 12 കക്ഷികളുണ്ട്. പിയർ വർക്കും വളരെ വലുതാണ്. മറുവശത്ത് UDFന് അധികം വലിയ കക്ഷികളൊന്നുമില്ല. മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ കഷ്ടിച്ച് ക്രൈസ്തവ സപ്പോർട്ടുണ്ട്, സഭയുടെ പിന്തുണയുണ്ട് എന്നുള്ളത് കഴിഞ്ഞാൽ വേറെ സപ്പോർട്ടൊന്നുമില്ല. പിന്നെ BJP ആണെങ്കിൽ മറുവശത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇത്രയും വലിയൊരു വിജയം UDFന് നേടാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അത്രത്തോളം ജനങ്ങളിൽ നിന്ന് LDF അകന്നു മാനസികമായി എന്നുള്ളതാണ്. അത് ഒരുപാട് ആത്മപരിശോധന ചെയ്യേണ്ടി വരും. അത്രത്തോളം തെറ്റുകൾ ചെയ്തു എന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നമുക്കറിയാം, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്നെ ഉയർന്നു കേട്ട ആരോപണങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, ബാക്കി സാമ്പത്തികമായിട്ട് നമുക്ക് നേരിട്ട പ്രശ്നങ്ങൾ, വളരെ തൊഴിലില്ലായ്മ ഉണ്ടായി എന്ന് മാത്രമല്ല, ഇവിടെ തൊഴിൽ അവസരം കിട്ടാതെ കുട്ടികൾ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് പോലും വെളിയിൽ പഠിക്കാൻ പോകുന്നു. ഇങ്ങനെ പോകുന്നൊരവസ്ഥ കേരളത്തിനകത്ത് സാമ്പത്തിക പുരോഗതിയില്ല, തൊഴിൽ അവസരമില്ല, വിലക്കയറ്റം കൂടുന്നു. ഇങ്ങനെ ജനങ്ങൾ, പിന്നെ സ്ത്രീകൾ, പോളിംഗ് സ്റ്റേഷൻ്റെ നമുക്ക് കണ്ടല്ലോ, ആദ്യത്തെ 1 മണിക്ക് മുമ്പ് 50% പോൾ ചെയ്തു എന്ന് പറയും. വീട്ടമ്മമാരെല്ലാം വന്ന് വോട്ട്. വിലക്കയറ്റം തന്നെയാണ് അതിൻ്റെ കാരണം. അപ്പോൾ പൊറുതിമുട്ടിയാണ് അവർ അത്രത്തോളം. അപ്പം ഇതിനൊക്കെ പുറമേ സ്വജനപക്ഷപാതവും അഴിമതിയും ഇതെല്ലാം കൂടി വന്നതാണ് ജനങ്ങൾക്ക് ഇത്രയും വലിയൊരു വിധി താക്കീതും ഒരു വലിയൊരു തോൽവിയും ഇടതുപക്ഷത്തിന് കൊടുക്കാൻ കാരണമായത്. ഇപ്പം നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 മുന്നണികൾ മാത്രം മാറി മാറി ഭരിച്ചിട്ടില്ല, അല്ലെങ്കിൽ വലിയ രീതിയിൽ നിലനിന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ സമയത്ത് ഇപ്പോൾ NDAയിലെ MLA മാർ കൂടി വരുമ്പോൾ നിയമസഭയിൽ എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരും? അത് വലിയ മാറ്റമാണ്. വാസ്തവത്തിൽ NDAയുടെ അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ കേരളത്തിൻ്റെ വളരെ പ്രാഥമിക ശ്രദ്ധ ഇതിനകത്ത് വരും. ഇപ്പോൾ സഭയിൽ BJPയുടെ പ്രവർത്തനവും പ്രകടനവും വളരെ പ്രാധാന്യമാണ്. മുമ്പ് 2016 O രാജഗോപാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റയ്ക്കായിരുന്നു, തനിച്ചായിരുന്നു. പിന്നെ അദ്ദേഹം പ്രായം ഏറിയ ആളാണ്. പക്ഷേ ഇപ്പോൾ വളരെ ഉഷാറായിട്ടുള്ള 2 പേരാണ് വന്നിരിക്കുന്നത്. മൂന്നാമതൊരാൾ വരാനും സാധ്യതയുണ്ട്. എന്തായാലും BJPക്ക് നിർണായകമായ പല കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനും, ഇപ്പോൾ പലപ്പോഴും ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ദേശീയപരമായ ആശയങ്ങൾക്കെതിരായി കേരള അസംബ്ലി പാസ്സാക്കിയിട്ടുണ്ട്. അവിടെ പോലും ഒരു നെഗറ്റീവ് വോട്ട് വരാതെ ഏകകണ്ഠമായി പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറഞ്ഞ പക്ഷം അതിലെങ്കിലും ഒരു ഡിസൻറ്റ് നോട്ട്, എതിർപ്പ് പറയാൻ BJPയുടെ 2-3 അംഗങ്ങളുണ്ടെങ്കിൽ അതൊരു വലിയൊരു മാറ്റമായി മാറും. അത് മാത്രമല്ല, സജീവമായി ഫെഡറൽ ബന്ധങ്ങൾ കാര്യങ്ങളായാലും, രാജ്യത്തിൻ്റെ വളർച്ചയുടെ കാര്യമാണെങ്കിലും, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ച, ഇനി സംസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ തൊഴിലവസരം എങ്ങനെ വർദ്ധിപ്പിക്കും, പിന്നെ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ എപ്പോഴും താലോലിക്കുന്ന വികസന സ്വപ്നം, അതെന്താണെന്ന് അസംബ്ലിയിൽ നന്നായിട്ട് പറയാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ വികസനത്തിൻ്റെ മാതൃക എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അംഗങ്ങൾക്കും കഴിയും. അപ്പോൾ BJPക്ക് തീർച്ചയായിട്ടും നിർണായകമായ രീതിയിൽ ചർച്ച കൊണ്ടുപോകാൻ കഴിയും. മാത്രമല്ല, മറുവശത്ത് പ്രതിപക്ഷം വളരെ ദുർബലമാണ്. അതെ.